ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗായ്സ്, നമ്മുടെ ലെസ്റ്റർ കൂട്ടം നമുക്കൊരു ന്യൂസിലേക്ക് ഇത് തന്നിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ലോസ് ആൻഡോസിലുള്ള വലിയ ഒഫീഷ്യലായിട്ടുള്ളൊരു പോലീസ് ചീഫിൻ്റെ ഹൈഡ് ഔട്ട് മീറ്റിങ്ങിൽ അവിടെ ഒരു ടോയ്ലറ്റിൻ്റെ ഉള്ളിൽ സീക്രറ്റായിട്ട് ഹൈഡ് ഔട്ട് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ നമ്മുടെ ഈ ന്യൂസ് ലീക്ക് ചെയ്തത് നമ്മുടെ ലെസ്റ്റർ തന്നെയാട്ടോ. അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഇവന് എവിടെ നിന്നോ ലീക്ക് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും പോയി കാണണ്ടേ, ആ മീറ്റിങ്ങിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടെന്നുള്ളത് നമുക്ക് അറിയണ്ടേ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ലെസ്റ്റർ പറഞ്ഞാൽ എന്തായാലും ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ 100% ഉറപ്പുള്ള കാര്യമാട്ടാ. അപ്പോൾ നമുക്ക് എന്തായാലും അവിടേക്ക് പോയി നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു വെറൈറ്റി കാറുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ ഗാരേജിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഷോറൂമിൻ്റെ നമ്മുടെ സിമിയോൻ്റെ ഷോറൂമിൽ നിന്ന് 2 ഉണ്ടായിരുന്നു കേട്ടോ. ഒരെണ്ണം സിമിയോണും ഒരെണ്ണം വേറെ ആൾക്ക് മേടിച്ചാണ്. പക്ഷെ നമ്മൾ ആ വണ്ടി എടുത്തു, നമ്മൾ ആ വണ്ടി മേടിച്ചു കേട്ടോ. ടൊയോട്ട സൂപ്ര മാർക്ക് 5 ആട്ട വണ്ടി ഗൈസ്. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം നമ്മുടെ ടൊയോട്ട സൂപ്ര എടുത്ത് നമുക്ക് വേഗം പോകാട്ടോ. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ നമ്മൾ പറഞ്ഞ ഗരാജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സൂപ്ര ഇരിക്കണുണ്ടോ, സൂപ്ര. അപ്പോൾ സൂപ്ര ഫാൻസ് ആണെങ്കിൽ ലൈക്ക് അടിക്കട്ടെ നമ്മുടെ കമൻറ്റിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ടൊയോട്ട സൂപ്പർ എടുത്ത് പോകട്ടെ നമ്മുടെ സ്ഥലത്തേക്ക്. ഓക്കെ ഗൈസ്, നമ്മുടെ മൈക്കിളും ട്രവറും കുറേ നാൾ നോക്കിയതാട്ടോ നമ്മുടെ സൂപ്പർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇവിടുത്തെ ഇമ്പോർട്ടിംഗ് ഒക്കെ കുറവായ കാരണം കിട്ടാൻ ചാൻസ് കുറവായിരുന്നു. അപ്പോൾ നമ്മുടെ ലോസ് ആൻഡോസിലാകെ 2 പേരുടെ കയ്യിലുള്ളൂ നമ്മുടെ സൂപ്ര. നമ്മുടെയിലും പിന്നെ സിമിയോണ്ടയിലും. സിമിയോൺ മിക്കവാറും വേറെ ആൾക്ക് കൊടുക്കാനുള്ള സ്കീമിലാണ് നമ്മുടെ സിമിയോൺ നിൽക്കണം കേട്ടോ. നമ്മുടെ മൈക്കിളും ട്രവറും കുറേ അന്വേഷിച്ചു നമ്മുടെ ഈ സൂപ്രയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ മൈക്കിളും ട്രവറിന് മാത്രമല്ല, ഈ ലോസ് ആൻഡോസിലുള്ള മിക്ക കോടീശ്വരന്മാരും നോക്കിയിട്ടാണ് നമ്മുടെ ഈ ടൊയോട്ട സൂപ്രയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആർക്കും കിട്ടിയില്ല, നമുക്കാണ് കിട്ടിയത്. നമ്മൾ അത്യാവശ്യം എമൗണ്ട് ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തു കൂട്ടാ. അപ്പോൾ നമ്മൾ നല്ല മോഡിഫൈഡ് ആയ വണ്ടി തന്നെയാണ് എടുത്തത്. അപ്പോൾ നമ്മൾ എഞ്ചിനൊന്ന് ട്യൂൺ ചെയ്ത് സ്റ്റേജ് 2 ആക്കിയിട്ടുണ്ട്. നമ്മുടെ പെർഫോമൻസ് കുറച്ചുകൂടി നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വണ്ടിക്ക്. കേട്ടാ, അത്യാവശ്യം കേട്ടാ നല്ല പവർ ഉണ്ട് കേട്ടോ നമ്മുടെ സൂപ്രയ്ക്ക്. അപ്പോൾ നമ്മുടെ വിഷയത്തിൽ നമ്മൾ മാറി. ഒരു മിനിറ്റ് ഗൈസ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ലോസ് ആൻഡോസിലെ ചീഫിൻ്റെ അടുത്ത് നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ തന്നെ പോകണം കേട്ടോ. നമുക്ക് അവർ പറഞ്ഞുതരുമെന്ന് എനിക്ക് തോന്നണില്ല കേട്ടോ. എന്തിനാന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ എത്താം. ഓക്കെ, നമ്മളങ്ങനെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ടുള്ള വിഷയങ്ങൾ നോക്കാട്ടെ, എന്തിട്ടാ സ്കീം എന്നുള്ളത്. ഓക്കെ ഗൈസ്, അവർ പറഞ്ഞില്ല കേട്ടോ. എനിക്ക് എന്തൊരു ഫ്രാങ്ക്ലിൻ ഇതൊക്കെ അറിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ കളിയൊക്കെ പുച്ഛിച്ച് വിട്ടു കേട്ടോ നമ്മുടെ ഇവിടുത്തെ പോലീസ് ആൾക്കാർ. അപ്പോൾ എന്തായാലും ഇവർ നമുക്ക് പറഞ്ഞു തരില്ല. ഒബ്വിയസ്ലി ശരിയാണ്, എന്തിനാണ് നമുക്ക് ഇങ്ങനെ ചീഫിന് ഇത് എന്നാണ് അവർ ചിന്തിക്കുക. എന്തായാലും എന്തെങ്കിലും മോഷ്ടിക്കാനാണല്ലോ. എന്നാലും ഇത്ര ധൈര്യത്തോടെ വന്ന് ചോദിക്കണമെങ്കിൽ വേറെ ലെവലാണെന്നാണ് അവർ പറയണേ കേട്ടോ. നമ്മളെന്തായാലും കള്ള എന്നുള്ള രൂപത്തിലാണ് അവിടെ പറയണേ. അപ്പോൾ നമ്മളെന്തിനാ വെറുതെ സഹിക്കണം. നമ്മുടെ ലെസ്റ്റർ കൂട്ടൻ തന്നെ നമുക്ക് ലീക്ക് ചെയ്ത ന്യൂസ് നമുക്ക് അവൻ തന്നെ എവിടെ അഡ്രസ്സ് എന്ന് അറിയാലോ. അവൻ തന്നെ പറഞ്ഞു തരില്ലോ. നമുക്ക് ആദ്യം തന്നെ ലെസ്റ്ററിൻ്റെ അടുത്ത് പോയപ്പോൾ എന്ത് നമ്മൾ പിന്നെ അത് ചിന്തിച്ചില്ല കേട്ടാ. നമ്മൾ മണ്ടത്തരം കാണിച്ചു. അപ്പോൾ നമുക്ക് ലെസ്റ്റർ കുട്ടൻ്റെ അടുത്ത് പോയാൽ മതിയായിരുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ ലെസ്റ്ററിൻ്റെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, കണ്ട നമ്മുടെ സൂപ്പറയ്ക്ക് ചെറിയ സ്ക്രാച്ചും പോലും വന്നിട്ടില്ല കേട്ടോ. സാധാരണ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങനെ പോലും ചെറിയ സ്ക്രാച്ച് ഉറപ്പാണ്. പക്ഷെ നമ്മുടെ വണ്ടിക്ക് ഒറ്റ സ്ക്രാച്ച് വന്നിട്ടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്റർ കുട്ടൻ ലെസ്റ്റർ എവിടെയാടാ നീ മോനെ? ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്ററിനെ കാണാനില്ലല്ലോ. ലെസ്റ്ററിനെ ഇവിടെ കാണാനില്ല കേട്ടാ. അല്ലാത്തപ്പോൾ അവൻ ഇവിടെ ഉള്ളതാണ്. ഇനി ലെസ്റ്റർ എവിടെ പോയിന്ന് അറിയില്ല കേട്ടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്ററിനെ എത്ര നേരം നമ്മൾ വിളിച്ചിട്ടും വിളിയേക്കണില്ല കേട്ടോ. ഇനി അവൻ വേറെ എവിടെയെങ്കിലും പോയോന്ന് അറിയില്ല. അവൻ്റെ വണ്ടി ഇവിടെ നിന്ന് കാണാനില്ലല്ലോ. നമുക്ക് എന്തായാലും ബാക്കിൽ പോയി നോക്കാം കേട്ടോ നമ്മുടെ ലെസ്റ്ററിന്. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്റർ. ഈ ചെറുക്കനും വിളിച്ചിട്ട് വിളി കിട്ടൂടെ, എവിടെയായിരുന്നു നീ മോനെ? ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും ലെസ്റ്ററുടെ കാര്യം പറയാട്ടോ. ലെസ്റ്റർ മോനെ, നമ്മുടെ പോലീസിൻ്റെ വിവരങ്ങളിലൊന്ന് പറഞ്ഞു താടാ. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. മിലിറ്ററി ബേസിലാണ് നമ്മുടെ സ്ഥലം ഇരിക്കണേ. അപ്പോൾ നമുക്ക് എന്തായാലും മിലിറ്ററി ബേസിലേക്ക് പോകട്ടെ. അപ്പോൾ നല്ലൊരു അത്യാവശ്യം സേഫ് ആയിട്ട് തന്നെയാണ് അവർ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നമുക്ക് പണി തരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. മിലിറ്ററി ബേസിൽ പോയിട്ട് നമുക്ക് എന്തായാലും അവരിൽ നിന്ന് ആ സാധനം നോക്കാനാണ്. ജസ്റ്റ് അടിച്ചു മാറ്റാൻ പറ്റില്ല. നമുക്ക് ക്ലോസറ്റ് കൊണ്ട് സൂപ്പറയിൽ കൊണ്ട് വരാനും പറ്റില്ലല്ലോ ഗൈസ്. അതൊരു കോമഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും മിലിറ്ററി ബേസിൽ പോകാം. ഇത്ര വലിയ ഹൈഡൗട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ കാണണ്ടേ പോയിട്ട്.
പക്ഷേ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് വിഷയം. നമ്മുടെ മിലിറ്ററി ബേസിലാണ് സാധനം ഇരിക്കണം. അത്യാവശ്യം നല്ല സെക്യൂരിറ്റി, ടൈറ്റ് സെക്യൂരിറ്റി ഇരിക്കട്ടെ നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ അവിടെ ഉള്ളത്. നമ്മുടെ ലെസ്റ്റർ കുട്ടൻ അറിയാണ്ട് ഒന്നും നടക്കില്ല കേട്ടാ. ഇപ്പം വല്ല പ്രളയം എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ലെസ്റ്റർ കുട്ടനാണ് പറയാറ്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ രക്ഷപ്പെട്ടേട്ടാ. നമ്മുടെ കഴിഞ്ഞ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നോളൂ. കാരണം നമ്മുടെ പണ്ടത്തെ പോലെ ആ ഒരു ഓഡിയോയുടെ ഒരു സുഖമില്ല കേട്ടോ. അത് നമ്മൾ ശരിയാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഈ സ്ലാങ് പഠിക്കാൻ അത്യാവശ്യം കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ, ഇങ്ങനെ ഫ്രീ ആയിട്ട് പറയാനായിട്ട്. ആദ്യത്തെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോക്കിൽ വരാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മുടെ മിലിറ്ററി ബേസ് അത്യാവശ്യം ദൂരമുള്ളതാണ്. ഇനി അത് എപ്പോൾ എത്താനാണെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നമ്മുടെ സിനിമാറ്റിക് മോഡ് എങ്ങനെയുണ്ട് നമ്മുടെ സൂപ്പറാടെ. എനിക്ക് എന്തായാലും ഈ സാഞ്ചുകൾ ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്. അങ്ങനത്തെ നമ്മുടെ മിലിറ്ററി ബേസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും അധിക ദൂരം കാണിക്കില്ല, എന്തായാലും കട്ട് ചെയ്താൽ പോണേ. അല്ലെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലെങ്ത്ത് കൂടും. അതായത് നമ്മുടെ ഈ സ്ഥലമൊക്കെ എങ്ങനെയുണ്ട്, നല്ല കലക്ക സ്ഥലമായില്ലേ. ഇവിടേക്കാന്ന് തോന്നുന്നു ഗൈസ് നമ്മുടെ ഇവർ മിലിറ്ററി ബേസ് വെച്ചാണ്. പക്ഷേ ഇവിടൊക്കെ എന്തായാലും മിലിറ്ററി ബേസ് വയ്ക്കാൻ ചാൻസ് കുറവായിരിക്കും കേട്ടോ. മിലിറ്ററി ബേസിനൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല സെക്യൂരിറ്റി സ്ഥലമല്ലേ. ഓക്കെ ഗൈസ്, നമ്മുടെ ലെസ്റ്റർ എന്ന ലൊക്കേഷൻ ഇത് കേട്ടോ. ഇത് എന്തായാലും മിലിറ്ററി ബേസ് പോലും ഒന്നും ഇല്ല കേട്ടോ. അവിടെ ഇവിടെ പോലീസുകാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് മാറി നിൽക്കാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ മണ്ടയിൽ കയറിയാലോ. നമുക്ക് എന്തായാലും മലയുടെ അവിടെ നിന്ന് കാണാട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ അവർ നമ്മളെ ചക്കോട്ട് നമ്മളെ കൊണ്ടുപോട്ടാ ജയിലിലേക്ക്. അപ്പോൾ അത് പ്രശ്നമാവും. നമുക്ക് എന്തായാലും അവർ കാണാത്തൊരു ഇതിൽ നമുക്ക് എന്തായാലും മലയുടെ മേലെ പോയി നോക്കാം. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന സാംസങ് S22 അൾട്രാ സൂമിങ്ങിൻ്റെ കഴിവ് അങ്ങേയറ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫോണിൽ നമ്മളിത് ക്യാമറ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ കണ്ടാ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമുക്ക് എല്ലാം ഇവിടെ നിന്ന് കാണാം കേട്ടോ. അതെ അവിടെ പോലീസുകാരുണ്ട്. ബാക്കിൽ ഈ ഭാഗത്ത് പോലീസുകാർ കുറവാണ് ഗൈസ്. ഫ്രണ്ടിലും ബാക്കിലായിട്ടാണ്. പക്ഷെ സെൻട്രലായിട്ട് ഞാൻ കാണിച്ച സ്ഥലത്ത് പോലീസുകാർ എന്തായാലും ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ വഴി കൂടെ തന്നെ പോവാട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആ സീക്രട്ട് ഹൈഡ് ഔട്ട് ഇരിക്കുന്ന എന്തായാലും വാഷ്റൂമിലിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പോയി വാഷ്റൂമിൽ പോകണം. വാഷ്റൂമിൽ ആ ഹൈഡ് ഔട്ടുള്ള നമ്മുടെ ആ കക്കൂസ് കണ്ടുപിടിക്കണം. അങ്ങനെ കക്കൂസ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് തിരിച്ച് നമുക്ക് കക്കൂസല്ല ക്ലോസറ്റ്. ഓക്കെ, നമ്മുടെ ക്ലോസറ്റ് കണ്ടുപിടിച്ച് നമുക്ക് തിരിച്ച് നമ്മുടെ ടൊയോട്ട സൂപ്പർ എടുത്ത് രക്ഷപ്പെടാം. നമ്മൾ വെറുതെ കാണാൻ വേണ്ടി വന്നതാ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതിൽ കൂടെ തന്നെ പോവാട്ടോ. ആ സെൻറ്ററിൽ കൂടെ തന്നെ പോവാം. അവിടെ എന്തായാലും പോലീസുകാർ കുറവാണ്. ഞാൻ മിലിറ്ററി ബേസ് ഉണ്ടാവുന്ന മിലിറ്ററി ബേസ് ഒക്കെ ഉണ്ടാവുന്ന വെച്ചപ്പോൾ കുറേ ഭയങ്കര കട്ടിയായിട്ടുള്ള സെക്യൂരിറ്റി ഉണ്ടാവുന്ന വിചാരിച്ചത്. പക്ഷെ അത്രയ്ക്ക് വലിയ സെക്യൂരിറ്റി ഒന്നും ഇല്ല കേട്ടോ. അവരെന്താ ഇത്ര ലേസി ആണെങ്കിൽ അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആ പറഞ്ഞ വഴി കൂടെ തന്നെ പോവാട്ടോ. നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യും. നമുക്ക് എന്തായാലും ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ ഗൈസ് നമുക്ക് റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്തൂടെ. എന്തായാലും ഇതിൽ കൂടെ പോണ ആൾക്കാർ റോഡ് സൈഡിലൊക്കെ പാർക്ക് ചെയ്യുമല്ലോ. അപ്പൊ നമുക്ക് എന്തായാലും സെന്ററിൽ കൂടെ തന്നെ പോകട്ടെ. നമ്മളത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരും കാണാണ്ട് ആ വഴി കൂടെ തന്നെ പോകട്ടെ. അപ്പോൾ അതേ ആരും പോലീസുകാരും ശ്രദ്ധിക്കണില്ല എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഇതിൽ കൂടെ ഓടി വരുന്ന ആളല്ലേ, എന്തായാലും അധികം ശ്രദ്ധിക്കില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് കാണുന്നു പോകുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ നമുക്കിത് കാണാൻ വേണ്ടി ഇവരെ പെർമിഷൻ വെച്ച് ഇവർ എന്തായാലും തരില്ല. അപ്പം നമ്മൾ ഇതുകൊണ്ടാണ് ആരും കാണാണ്ട് പോണേ. അപ്പോൾ നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവട്ടെ ഗൈസ്. അപ്പോൾ എന്തായാലും പ്രശ്നമാവും. കാരണം അവർ കുറേ ഫയല് കേസ് നമ്മുടെ തലയിൽ ഇങ്ങനെ ഇടും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പുറലോകം കാണാൻ പറ്റില്ല. എന്തായാലും നമ്മൾ പെട്ടു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ആരും കാണാണ്ട് എന്തായാലും നമ്മുടെ ഹൈഡ് ഔട്ട് പോയി നോക്കാം. ഓരോ സമയത്ത് വെറുതെ ഇരിക്കുമ്പോൾ ഓരോരോ തോന്നലുകളാണ് നമുക്കുള്ളത്. അല്ലേ ഗൈസ്, നമ്മുടെ GTA5 ത്രില്ലായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതേ നമ്മളെ പറഞ്ഞ സ്ഥലം എത്തിയിട്ടുണ്ട്. ഇതേ അവിടെ നിന്ന് തന്നെ കയറാട്ടാ. നമ്മളാ മലയിൽ നിന്ന് നോക്കിയ സ്ഥലം തന്നെയാട്ടോ അത്. ഇതേ ആ മേലെ തന്നെ നോക്കിയില്ലേ, നമ്മൾ അവിടെ നോക്കിയ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ കയറണം കേട്ടോ. അപ്പോൾ ഇവിടെ അത്രയ്ക്ക് ടൈറ്റ് സെക്യൂരിറ്റി ഒന്നും ഇല്ല. ഇവരെന്ത് മണ്ടം പോലീസാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇവിടെ ഒന്ന് സെക്യൂരിറ്റി വയ്ക്കാണ്ട് അവിടെ ഇവിടെ കുറേ വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു മിലിറ്ററിക്കാർ ഇവിടെ ഉണ്ടാകുന്നു. പക്ഷേ മിലിറ്ററി ബേസ് പറഞ്ഞിട്ടാട്ടോ നിൽക്കണേ. ഓക്കെ, അവിടെ പോലീസ് ഉണ്ട്. ഇവിടെ വല്ല വഴി ഉണ്ടാവാമോ കേസ് എന്തോ ഇതുണ്ട്. പക്ഷേ ഇതിൽ കൂടെ നമുക്ക് എന്തെങ്കിലും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ഡോറൊക്കെ തുറക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് എന്തായാലും. ഓക്കെ കഴിച്ചേ മേലൊരു പോലീസുകാരുണ്ട് കേട്ടോ. അപ്പോൾ പോലീസുകാർ കണ്ട നമ്മുടെ കഥ തീർന്നു. ചേട്ടാ നോക്കല്ലേ ചേട്ടാ. ഓക്കെ, നമ്മുടെ പോലീസുകാരെ നോക്കിയിട്ടില്ല. നമുക്ക് ഇവിടുത്തെ ഡോറൊക്കെ തുറക്കാൻ പറ്റുമോ നോക്കാം. ഗ്ലാസ് ഡോറാണ്, പക്ഷെ തുറങ്ങണില്ല കേട്ടോ. ഒക്കെ ലോക്കായിട്ട് നിൽക്കണേ. എന്ത് ചെയ്യുന്ന അറിയില്ല കേട്ടോ ഗൈസ്. ദേ അവിടെ ഒരു പോലീസ് ഉണ്ട്. തുറക്ക് പൊട്ടിക്കാനും പറ്റില്ല കേട്ടോ. നമുക്ക് എന്തായാലും വേഗം പോകേണ്ടി വരും, അല്ലെങ്കിൽ നമ്മളെ പിടിക്കും ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിത് പിടിച്ചു കേട്ടോ. അതെ, നമ്മുടെ പോലീസുകാർ നമ്മളെ പിടിച്ചു. എനിക്ക് തോന്നുന്നു ഇവിടെ CCTV ക്യാമറ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഗൈസ്. ഓ ഗൈസ്, നമ്മളിത് അത് നമ്മൾ ശ്രദ്ധിച്ചില്ല കേട്ടോ. അത് വലിയൊരു അടിയിൽ പോയി. അപ്പോൾ ദേ നമ്മൾ ശരിക്കും പെട്ടു. നമ്മളിതേ പോലീസുകാർ നമ്മുടെ ചുറ്റും തോക്കും പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല. ഇവർ നമ്മളെ എവിടേക്ക് കൊണ്ടുവന്ന് അറിയില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ ബൈ.